ഗൈസ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അപ്പോൾ എല്ലാ മക്കളും ഉഷാറായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ മക്കളെ എക്സാമിൻ്റെ ആ ഒരു കനത്ത പ്രിപ്പറേഷനിലായിരിക്കും. വൺ ബൈ ആയിട്ട് എല്ലാ മക്കളും ചാപ്റ്റേഴ്സൊക്കെ ഇങ്ങനെ ഫിനിഷ് ചെയ്തു, റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയ കാസ്കറ്റ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവൻ്റെ ചെപ്പുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും ടൈം കളയാതെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡു യു എഗ്രി വിത്ത് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്? എക്സ്പ്ലെയിൻ. താഴെ പറയുന്ന പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രസ്താവന എന്താണ്? ഹാൻഡ് ലെൻസ് മൈക്രോസ്കോപ്പ് മേ ബി യൂസ്ഡ് ഫോർ ഒബ്സർവിങ് സെൽസ്. അതായത് കോശങ്ങളെ കാണാൻ ഹാൻഡ് ലെൻസ് മൈക്രോസ്കോപ്പ് എന്നിവ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ രണ്ട് ഡിവൈസിനെ നമുക്ക് പരിചിതമാണ് അല്ലേ. കാരണം ഹാൻഡ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്ക് കാണാൻ പറ്റും, പക്ഷെ വളരെ ചെറുതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കുറച്ചും കൂടി വലുതാക്കി കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹാൻഡ് ലെൻസ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ അതിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഹാൻഡ് ലെൻസ് യൂസ് ചെയ്താൽ മതി. ഇനി അതേസമയം മൈക്രോസ്കോപ്പ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവയെ കാണുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നേക്കഡ് ആയിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? മൈക്രോസ്കോപ്പ് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഹാൻഡ് ലെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സെൽസ് കാണാൻ പറ്റുമോ? ഇല്ല. ഹാൻഡ് ലെൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് കാണാൻ പറ്റുന്നതിനെ കുറച്ചും കൂടി വലുതാക്കി കാണുന്നതിനാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയോട് നമുക്ക് യോജിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? യോജിക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റീസണും നിങ്ങൾ എഴുതണം. അപ്പോൾ എന്താണ് റീസൺ? ഹാൻഡ് ലെൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലുതാക്കി കാണുന്ന ഒരു ഡിവൈസാണ്. പക്ഷേ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? റൈറ്റ് ദ നെയിം ഓഫ് ദി ഓർഗാനിസം ആൻഡ് റൈറ്റ് ഇറ്റ്സ് ടു ഫീച്ചേഴ്സ്. മുകളിൽ കൊടുത്തിരിക്കുന്ന സൂക്ഷ്മജീവിനെ തിരിച്ചറിഞ്ഞ രണ്ട് പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന സൂക്ഷ്മജീവി ഏതാണെന്ന് ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ. ഇതാണ് നമ്മുടെ യുഗ്ലീന എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം അല്ലേ, യുഗ്ലീനേൻ്റെ മറ്റ് പല സ്പെഷ്യാലിറ്റി ഉണ്ട്. യുഗ്ലീന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൂക്ഷ്മജീവിയാണ്. അതുപോലെ തന്നെ അതെവിടെയാണ്? വെള്ളത്തിലാണ് അവ കാണുന്നത്. അതുപോലെ തന്നെ അതൊരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. ഏകകോശ ജീവിയാണ്. അതിന് ഒരു കോശം മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. അടുത്തത് എന്താണ്? വിച്ച് ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഒബ്സർവ് ദ ഓർഗാനിസം? ഇവയെ കണ്ടുപിടിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? ഇവയെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. കാരണം ഇതിനെ നമുക്ക് നമ്മുടെ നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെയൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഏതെങ്കിലും ഒരു ഏകകോശ ജീവിയുടെ ചിത്രം വരച്ച് പേരെഴുതുക. ഏതെങ്കിലും ഒന്നാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഓൾറെഡി 3 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയായിരുന്നു? അമീബ, പാരമീസിയം, യുഗ്ലീന. ഈ 3 നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കാൻ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇത് 3 യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. അതായത് ഇവയ്ക്ക് ഒരു കോശം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് വരയ്ക്കാൻ സിമ്പിളാണ്. നമ്മുടെ അമീബ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ഷേപ്പ് ഒന്നുമില്ല. അതുപോലെ തന്നെ പാരമീസിയം എന്ന് പറഞ്ഞാൽ ഒരു ചെരുപ്പിൻ്റെ ഒരു ഷേപ്പ് വരച്ചാൽ മതി. യുഗ്ലീന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ടെയിൽ നിങ്ങൾ ഉറപ്പായിട്ടും വരച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം. 2 തരം കോശങ്ങളുടെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ രണ്ടിലും പൊതുവായി കാണപ്പെടുന്ന ഭാഗങ്ങൾ കണ്ടെത്തി എഴുതൂ. റൈറ്റ് ദ പാർട്ട് ഓഫ് ദി സെൽ ദാറ്റ് ആർ കോമൺ ഇൻ ബോത്ത് ഓഫ് ദം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൽസ് ആരുടെയൊക്കെയാണ് എന്ന് നമുക്ക് ഏറ്റവും ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ആരുടെയൊക്കെയാണ്? ഫസ്റ്റ് കാണുന്ന സെല്ലെന്ന് പറഞ്ഞാൽ ആരാണ്? പ്ലാന്റ് സെല്ലാണ് അല്ലേ, സസ്യകോശമാണ്. രണ്ടാമത് കാണുന്ന സെല്ല് ഏതാണ്? ആനിമൽ സെല്ലാണ്. അപ്പം പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും അതിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 സെല്ലിലും പൊതുവായി കാണുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അത് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പം നമുക്ക് നോക്കിയാലോ, വിവിധ ഭാഗങ്ങൾ നോക്കിയാലോ? യെസ്, നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇതാ, നമുക്കിവിടെ ആനിമൽ സെല്ലും ഉണ്ട്, പ്ലാന്റ് സെല്ലും ഉണ്ട്. ഓരോ ഭാഗങ്ങൾ നോക്കിയാൽ നമുക്ക് നോക്കാം. മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടിനും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു കോശത്തിൻ്റെ ആ ഒരു കേന്ദ്രമാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? നമ്മുടെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത്. അടുത്തതാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്. ഇത് നമുക്ക് ഈ പറയുന്ന ജന്തുകോശത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. നേരെ മറിച്ച് നമുക്ക് സസ്യകോശത്തിൽ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി അടുത്തതാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്.
ഓക്കെ, ദ മെട്രിക്സ് ഇൻസൈഡ് ഇറ്റ്, അതാണ് നമ്മുടെ കോശദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോശദ്രവ്യം നമുക്ക് ഇതാണ്ട് നമ്മുടെ ആനിമൽ സെല്ലിലും അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതാണ് കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോൾ എന്ന് പറയുന്നത്. ഇതെവിടെയാണ്? നമുക്ക് ജന്തുകോശത്തിൽ കാണാൻ പറ്റില്ല, നേരെ മറിച്ച് നമുക്ക് സസ്യകോശത്തിൽ മാത്രമേ കാണത്തുള്ളൂ. ഇനി അടുത്തതാണ് ഫേനം. ഫേനം നമുക്ക് രണ്ടിടത്തും കാണാൻ പറ്റും, പക്ഷേ അതിൻ്റെ വലിപ്പം വ്യത്യാസമാണ്. നമ്മുടെ ആനിമൽ സെല്ലിലാണെങ്കിൽ ഫേനത്തിൻ്റെ വലിപ്പം എന്താണ്? ചെറുതാണ്. പക്ഷേ നമ്മുടെ പ്ലാന്റ് സെല്ലിലാണെങ്കിൽ ഫേനം എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന രീതിയിൽ അത്രയും വലുതാണ് എന്ന് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തതാണ് കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. നമ്മുടെ സെല്ലിൻ്റെ അല്ലെങ്കിൽ കോശത്തിൻ്റെ ആവരണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കവറിംഗ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് നമുക്ക് രണ്ടിടത്തും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളിവിടെ എന്ത് മനസ്സിലാക്കി? പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും ഒരുപോലെ കാണുന്ന ചില ഭാഗങ്ങൾ ണ്ട്. ഏതൊക്കെയാണ്? മർമ്മം, അതായത് ന്യൂക്ലിയസ് ഉണ്ട്, കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ഉണ്ട്, അതുപോലെ തന്നെ ഫേനം, പക്ഷെ അതിൻ്റെ സൈസ് വ്യത്യാസമാണ്, അതുപോലെ തന്നെ കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആരൊക്കെയാണത്? യെസ്, നമ്മുടെ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്, അതുപോലെ തന്നെ കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോൾ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് ഗ്രൂപ്പ് ഫ്രം ദി ഫോളോയിങ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. അമീബ പാരമീസിയം ബാക്ടീരിയ, അമീബ യുഗ്ലീന പാരമീസിയം, അമീബ ബാക്ടീരിയ ഹൈഡ്ര, അമീബ യുഗ്ലീന ബാക്ടീരിയ. ഇതിലേതാണ് ഒറ്റപ്പെട്ടത്? ഏതാണ്? യെസ്, 3 കാരണം ഇവിടെ നമുക്ക് ഹൈഡ്ര എന്ന് പറയുന്ന ആളെയും കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബാക്കി 3 ഓപ്ഷനിലും എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് പറയുന്നത്. പക്ഷെ നമ്മുടെ തേർഡ് ഓപ്ഷനിൽ എന്താണ്? ഇവിടെ ഹൈഡ്ര കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിലേതാണ് ഒറ്റപ്പെട്ടത്? നമ്മുടെ തേർഡ് ഓപ്ഷനാണ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ബേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ നിങ്ങൾ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിനെ പറ്റി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവട്ടെ. അപ്പോൾ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് നമ്മുടെ ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാ യൂണിറ്റും നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.